നമ്മുടെ ഉമ്മ ജീവിച്ചിരിക്കുമ്പോൾ നമ്മൾ മരിക്കുന്നതിനെ കുറിച്ച് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? കാര്യം അല്പം സെൽഫിഷ് മൈൻഡൊക്കെ ആണെങ്കിലും ആരും കൂട്ടിനില്ലാതെ ഖബറിൽ ഒറ്റയ്ക്ക് കിടക്കുമ്പോൾ പടച്ചോനെ എൻ്റെ കുട്ടിയെ കാക്കണേന്ന് ഒരു ഉമ്മ കൽബ് പിടഞ്ഞ് കരഞ്ഞ് പടച്ചോനോട് പറഞ്ഞാൽ പടച്ചോനെ തള്ളിക്കളയും തോന്നുന്നുണ്ടോ? ഞാൻ ഹോസ്റ്റലിൽ സ്റ്റേ ചെയ്ത് പഠിക്കുന്ന ആളാണ്. ഒരു ദിവസം ഉമ്മനെ വീട്ടിലേക്ക് വിളിച്ചിട്ടില്ലെങ്കിൽ എന്നെ കിട്ടുന്നത് വരെ എൻ്റെ ഫ്രണ്ട്സിനെയൊക്കെ ഉമ്മ മാറി മാറി വിളിക്കും. വീട്ടിൽ നല്ല ഫുഡൊക്കെ ഉണ്ടാക്കിയാൽ ഉമ്മ വിളിക്കുമ്പോൾ പറയും, നീ ഇല്ലാത്തതുകൊണ്ട് കഴിക്കാൻ അത്ര സുഖമില്ല എന്ന് പറയും. പക്ഷേ ഫ്രണ്ട്സിൻ്റെ കൂടെ ഒരു മന്തി കഴിക്കാൻ പോയാൽ ഒരുപക്ഷെ എനിക്ക് എൻ്റെ ഉമ്മാനെ ഓർമ്മ വരാറില്ല. ഈവൻ സ്മോൾ തിങ്സ്, നീ വെള്ളം കുടിക്കാറില്ലേ, നീ ഭക്ഷണം കഴിച്ചോ, നിസ്കരിച്ചോ, കൃത്യസമയത്ത് ഉറങ്ങാറില്ലേ, എന്തിന്, എൻ്റെ വിസർജന കാര്യങ്ങളെക്കുറിച്ച് പോലും ഉമ്മ അന്വേഷിക്കും. എനിക്ക് വയസ്സും പക്വതയൊക്കെ ആയി, ഞാൻ മെച്ചൂർഡാണെന്ന് ഉമ്മാക്ക് ബോധ്യമില്ലാത്തതുകൊണ്ടൊന്നുമല്ല. അതൊരു സ്നേഹമാണ്, കരുതലാണ്. ആ ഒരു പ്രസൻസ് നഷ്ടപ്പെട്ടാണ്ടല്ലോ ഉമ്മാന്ന് നീട്ടി വിളിക്കുമ്പോൾ മറുതലക്കൽ റിപ്ലൈ തരാൻ ആരും ഇല്ലാത്തൊരവസ്ഥ ഉണ്ടല്ലോ. ഒരുപക്ഷെ ആ ഒരു ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ ലോകത്ത് മറ്റാരെ കൊണ്ടും സാധിച്ചോളുന്നില്ല. അതുകൊണ്ടായിരിക്കും ഒരു സഹാബി, ഞാൻ ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ ആരോടാണ് റെസ്പോൺസിബിലിറ്റി കാണിക്കേണ്ടതെന്ന് ചോദിച്ചപ്പോൾ നിൻ്റെ ഉമ്മയോടാണെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 3 തവണയും റിപ്ലൈ കൊടുത്തത്.